ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു പ്രോസസ് ദ ഡീമോഡുലേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ? മെയിൻ ആയിട്ടും ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ AM ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എൻവലപ്പ് ഡിറ്റക്ടർ. ഓക്കെ, ഒരു ലോ പാസ് ഫിൽട്ടർ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, എൻവലപ്പ് ഡിറ്റക്ടർ. ഇവിടെ ഡബിൾ സൈഡ് ബാൻഡ്, ഫുൾ കാരിയർ എന്നുള്ളൊരു AM ഉണ്ട്. അതേപോലെ തന്നെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ഉണ്ട്, സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ഉണ്ട്. ഇവിടെ രണ്ട് സൈഡ് ബാൻഡും കാരിയറും കൂടെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിൽ കാരിയർ സപ്രസ് ചെയ്തിട്ട് രണ്ട് സൈഡ് ബാൻഡും ട്രാൻസ്മിറ്റ് ചെയ്യും. സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിൽ രണ്ട് സൈഡ് ബാൻഡിൽ ഒരു സൈഡ് ബാൻഡ് സപ്രസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കാരിയറിനെ സപ്രസ് ചെയ്യും. ഏറ്റവും കുറവ് ബാൻഡ് വിഡ്ത്ത് വേണ്ടുന്ന ഒരു സ്കീം എന്ന് പറയുന്നതാണ് AM-ലെ ഒരു സ്കീമാണ് SSB-SC. ഇത് മൂന്നും AM-ന്റെ പലതരം ടൈപ്പ് ആണ്. AM-ന്റെ പല ടൈപ്സ് ആണ് ഇത് മൂന്നും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ DSB-FC-യിലാണ് നമ്മൾ ജനറേഷൻ, DSB-FC-യുടെ ജനറേഷനും ഡിറ്റക്ഷനും. അതിൽ ഡിറ്റക്ഷൻ എങ്ങനെയാ വരുന്നത്? എൻവലപ്പ് ഡിറ്റക്ടർ. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. DSB-FC-യുടെ ജനറേഷൻ എന്ന് പറയുന്നത് ലോ ലെവൽ മോഡുലേറ്ററും ഹൈ ലെവൽ മോഡുലേറ്ററും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടാണ് ജനറേഷൻ. അതേപോലെ തന്നെ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എൻവലപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്ക്വയർ ലോ ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസിസ്റ്റർ ഡിറ്റക്ടർ ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് എൻവലപ്പ് ഡിറ്റക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എൻവലപ്പ് ഡിറ്റക്ടർ ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. അതിന്റെ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് പ്രോഡക്റ്റ് മോഡുലേറ്റർ. പ്രോഡക്റ്റ് മോഡുലേറ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ബാലൻസ്ഡ് മോഡുലേറ്റർ, പിന്നെ രണ്ടാമത്തത് റിംഗ് മോഡുലേറ്റർ ഓർ ഡബിൾ ബാലൻസ്ഡ് മോഡുലേറ്റർ. റിംഗ് മോഡുലേറ്റർ ഓർ ഡബിൾ ബാലൻസ്ഡ് മോഡുലേറ്റർ. അതേപോലെ അതിന്റെ ഡിറ്റക്ഷന് യൂസ് ചെയ്യുന്നതാണ് കൊഹറന്റ് അഥവാ സിങ്ക്രണസ് ഡിറ്റക്ഷൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ റിസീവർ സൈഡിലും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാരിയറിന്റെ ഒരു പോർഷന്റെ പ്രസൻസ് റിസീവറിനും ഉണ്ടാവണം. അങ്ങനത്തെ ഒരു മെത്തേഡാണ് കൊഹറന്റ് ഡിറ്റക്ഷൻ. ഈ SSB-SCയുടെ ഡിറ്റക്ഷനും നമ്മൾ യൂസ് ചെയ്യുന്നത് കൊഹറന്റ് ഡിറ്റക്ഷൻ തന്നെയാണ്. പക്ഷേ SSB-SCയുടെ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫിൽറ്റർ മെത്തേഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ക്രിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. അതേപോലെ SSB-SCയുടെ ജനറേഷന് യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഫേസ് ഡിസ്ക്രിമിനേഷൻ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ SSB-SC ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ കോമൺ ആയിട്ടും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിഗ്നൽ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എൻവലപ്പ് ഡിറ്റക്ടർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. AM-ന്റെ ടൈപ്സ് ആണ് DSB-FC, DSB-SC, SSB-SC. അത് മൂന്നും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡിറ്റക്ഷൻ ചെയ്യുന്നതെന്നും ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which modulation the signal is superimposed over carrier wave? സിഗ്നൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു കാരിയർ വേവ് ആയിട്ട്. അത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലാണ്. ഇവിടെ എന്താ സംഭവിക്കുക? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു ഇൻ അക്കോർഡൻസ് വിത്ത് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. FM-ലാവുമ്പോൾ frequency of the carrier changed in accordance with the modulation signal. Phase modulation ആവുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും? Phase of the carrier is changed in accordance with the modulating signal. ഇവിടെ which modulation the signal is superimposed over the carrier wave എന്ന് പറയുന്നത് amplitude modulation ആണ്. Next question, which type of antenna is used for point to point communication? പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ആന്റിന പാരാബോളിക് ആന്റിനയാണ്. ഇവിടെ നമ്മൾ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ആന്റിനാസ് യാഗിയുടെ ആന്റിനയും ഉണ്ട്, അതേപോലെ തന്നെ പാരാബോളിക് ആന്റിനയും ഉണ്ട്. പക്ഷെ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ പാരാബോളിക് ആന്റിനയ്ക്കാണ് കൊടുക്കേണ്ടത്. കാരണം ഇവരുടെ ഡിസ്ക് ഷേപ്പ് ഒരു ഡിഷ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ ആന്റിനാസിന്. അതുകൊണ്ട് തന്നെ
അതിന് അലൗസ് ദം ടു കോൺസെൻട്രേറ്റ് റേഡിയോ വേവ് ഇൻ സ്പെറിക്കൽ ഒരു സ്പെഷ്യൽ ഡയറക്ഷനിൽ നമ്മുടെ റേഡിയോ വേവ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മാക്സിമൈസിങ് സിഗ്നൽ സ്ട്രെങ്ത്തും ആണ്. ഇന്റർഫറൻസ് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, നമ്മുടെ DB റേഞ്ച് എന്ന് പറയുന്നത് ഹൈ ഗെയിൻ ആപ്ലിക്കേഷൻ, നമ്മുടെ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ ഗെയിൻ ആപ്ലിക്കേഷൻ ആണ്. ഈ ഹൈ ഗെയിൻ ആപ്ലിക്കേഷൻസിന് കൂടുതലായിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈ ഗെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് 20 dB ആൻഡ് 30 dB റേഞ്ചിലൊക്കെ നമ്മുടെ ഗെയിൻ വരുന്നത് എവിടെയാണ്? പരാബോളിക് ആന്റിനയിലാണ്. അതിന്റെ കുറച്ച് തൊട്ട് താഴെ ആയിരിക്കും യാഗി ഉഡ ആന്റിന. അപ്പൊ നമുക്ക് പരാബോളിക് ആന്റിന ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് എഴുതേണ്ടത്. പക്ഷെ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യാഗി ഉഡ ആന്റിന എന്ന് പറയുന്നത് പ്രിഫർ ചെയ്യാൻ പറ്റും. സോ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി പരാബോളിക് ആന്റിനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഈസ് ഡൺ വിത്ത്. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ AM ഫോർ വീഡിയോ ആൻഡ് FM ഫോർ ഓഡിയോ സിഗ്നൽ ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അതിൽ AM എന്ന് പറഞ്ഞാൽ ഏത് AM ആണ്? വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ട്രാൻസ്മിഷൻ. FM എന്ന് പറയുന്നതാണ് ഓഡിയോ സിഗ്നലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ FM-ന്റെ റേഞ്ച് 88 to 108 MHz ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിൽ AM ഫോർ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് AM-ന്റെ വേരിയന്റ് ആയിട്ടുള്ള വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്. എന്താണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്? നമ്മുടെ AM-ന്റെ വേരിയൻസ് ആയ DSB SC-ക്കും SSB SC-യുടെയും ഇടയിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്കീമാണ് DSB എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡ് ബാൻഡിന്റെ ഇവിടെ എന്താ സംഭവിക്കുക? ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിൽ 2 സൈഡ് ബാൻഡ്സും ഒരു കരിയറും ഉണ്ടാവും. അതിൽ കരിയറിനെ സപ്രസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ SSB SC എന്ന് പറയുമ്പോൾ 2 സൈഡ് ബാൻഡ്സിൽ ഒരു സൈഡ് ബാൻഡിനെയും സപ്രസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ കരിയറിനെയും സപ്രസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഒരു സൈഡ് ബാൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കുറച്ച് TV ട്രാൻസ്മിഷനിലെ കുറച്ച് സിഗ്നൽസ് ലോവർ സൈഡ് ബാൻഡിലും ഉണ്ടാവും. അപ്പൊ ആ സിഗ്നൽസ് നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് യൂസ് ചെയ്യുന്നത്. ഈ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് FUSB അപ്പർ സൈഡ് ബാൻഡ് ഫുൾ ആയിട്ടും അതേപോലെ തന്നെ ലോവർ സൈഡ് ബാൻഡിന്റെ ഒരു പാർട്ട് ആയിട്ടുള്ള FVയും എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതിന്റെ ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ അപ്പർ സൈഡ് ബാൻഡ് ഫുൾ ആയിട്ടും ലോവർ സൈഡ് ബാൻഡ് കുറച്ചായിട്ടും നമ്മൾ എന്ത് ചെയ്യും? LSBയുടെ ഒരു പാർട്ടും USB കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. ഇവിടെ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ഓർത്ത് വെച്ചിരിക്കുക 7 MHz ആണ് നമ്മുടെ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡിന്റെ ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് പിക്ചർ സിഗ്നൽസ് ഇൻ TV ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറിജിനൽ സിഗ്നൽ ക്യാൻ ബി ഒബ്ടൈൻഡ് ഫ്രം സാമ്പിൾഡ് വേർഷൻസ് യൂസിങ്. നമ്മുടെ സാമ്പിളിംഗിൽ യൂസ് ചെയ്യുന്ന ഫിൽട്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാം ലോ പാസ് ഫിൽട്ടർ ആണ്. ലോ പാസ് ഫിൽട്ടർ അഥവാ റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈക്വൽ ടു സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസി FM എന്ന് പറയില്ലേ, മാക്സിമം ഫ്രീക്വൻസിക്ക് ഈക്വലന്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ലോ പാസ് ഫിൽറ്റർ എന്താ ചെയ്യുക? ലോ ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും, ഹൈ ഫ്രീക്വൻസീസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ FM എന്നുള്ളത് കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ലോവർ ഫ്രീക്വൻസികളെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ, റിസീവറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To satisfy the sampling theorem, a 200 Hz sine wave should be sampled at 200 Hz sine wave സാമ്പിൾ ചെയ്യുന്ന റേറ്റ് ഏതായിരിക്കും? നമ്മുടെ നിക്വിസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് FS is greater than or equal to 2FM എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ FM എത്രയാണ്? FM എന്ന് പറയുന്നത് 200 Hz ആണ്. ദെൻ 2FM എന്ന് പറയുമ്പോൾ 2 into 200 അതായത് 400 Hz എന്ന് കിട്ടും. Then നമുക്ക് പറയാം FS is greater than or equal to 400 Hz ആയിരിക്കണം. So option C is the right answer. Next question. In frequency modulation,
ഫ്രീക്വൻസി മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ സെയിം ആയിട്ട് റിമൈൻ ചെയ്യുന്നു. ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്യുക? ഫ്രീക്വൻസി ഓഫ് കരിയർ ആണ് ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ്, ഫ്രീക്വൻസി ഓഫ് ദ കരിയർ വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ദ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ആർ ഇൻഫൈനൈറ്റ്. FM-ന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് സൈഡ് ബാൻഡ്സ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. Next question, the process of converting an analog signal into a sequence of samples that are uniformly spaced. ഇത് എന്തിന്റെ ഡെഫിനിഷൻ ആണ്? നമ്മുടെ സാമ്പിളിംഗിന്റെ ഡെഫിനിഷൻ ആണ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ the process of converting an analog signal into a sequence of samples that are uniformly spaced is called ആണ് sampling. So ഇവിടെ നമുക്ക് പറയാം ഓപ്ഷൻ ബി is the റൈറ്റ് ആൻസർ. ഇവിടെ പറയുന്ന ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് വാല്യൂസിനെ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് വാല്യൂ. അപ്പോ ഇൻഫൈനൈറ്റ് വാല്യൂസിനെ ഇൻറ്റു ഡിസ്ക്രീറ്റ് വാല്യൂസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. എൻകോഡിംഗ് എന്താണ്? എൻകോഡിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു മെഷീൻ കോഡിലേക്ക് ഇൻഫർമേഷനെ കൺവേർട്ട് ചെയ്യുന്നതാണ് എൻകോഡിംഗ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ ഇമ്പോസിംഗ് ആണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി എൻകോഡിംഗ് ഇൻഫർമേഷൻസിനെ എൻകോഡ് ചെയ്ത് കാരിയർ സിഗ്നലുമായിട്ട് മിക്സ് ചെയ്ത് റേഡിയോ വേവ്സ് അയക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഒന്നും ഡെഫിനിഷൻ അല്ല ഇത്. സാമ്പിളിംഗ് എന്ന് പറയുന്നതാണ് അനലോഗ് സിഗ്നൽസിനെ സീക്വൻസ് ഓഫ് സാമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഫോർ മീഡിയം വേവ് ബാൻഡ്? ഇത് നമ്മുടെ ഓപ്ഷൻസിൽ ആൻസർ ഇല്ല. മീഡിയം വേവിന്റെ ബാൻഡ് ഓർത്ത് വെച്ചിരിക്കുക 550. ഇവിടെ നമ്മുടെ PSCയുടെ ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ എന്നാണ്. അത് പക്ഷേ ഇത് 1 കൂടെ വന്നാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. 550 കിലോ ഹെഡ്സ് ടു 1650 ആണ്. 1650 കിലോ ഹെഡ്സ് ആണ് റൈറ്റ് ആൻസർ. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, വേറൊരു ഓപ്ഷനും പറയാം, 525 കിലോ ഹെഡ്സ് ടു 1605 കിലോ ഹെഡ്സ് എന്നും പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിപ്പിക്കലി ഇതിപ്പോ AM-ൽ യൂസ് ചെയ്യുന്ന മീഡിയം വേവ് ഫ്രീക്വൻസി ആണ് ഈ റേഞ്ച്. കോമൺലി മീഡിയം വേവിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 300 കിലോ ഹെഡ്സ് ടു 3000 കിലോ ഹെഡ്സ് ആണ്. 3000 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മെഗാ ഹെഡ്സ് ആണ്. ഓക്കെ, 300 കിലോ ഹെഡ്സ് ടു 3000 കിലോ ഹെഡ്സ് ആണ് മീഡിയം വേവ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ഒരു 1 കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ മാത്രമേ നമുക്കിത് ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓപ്ഷനിൽ നമ്മുടെ PSCയുടെ ആൻസർ കീയിൽ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, ഇതാണ് കറക്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 525. ഇതിൽ ഏത് ഓപ്ഷനിൽ തന്നാലും കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ആന്റിന ഈസ് യൂസ്ഡ് ഫോർ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റേഡിയോ വേവ്? നമ്മൾ ഇതിന് മുമ്പ് ആൻസർ പറഞ്ഞിരുന്നു, പരാബോളിക് ആന്റിനയാണ്. പരാബോളിക് ആന്റിന ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് യാഗിയുടെ ആന്റിന പ്രിഫർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ദ അയണോസ്ഫിയർ ആക്ട് ആസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ വേവ്സ്? ഇതില് ഏതാണ് നമ്മുടെ അയണോസ്ഫിയർ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ റേഡിയോ വേവ്സ് ആർ ട്രാൻസ്മിറ്റഡ് അപ്വേർഡ്. നമ്മളെ അപ്വേർഡ് ആയിട്ട് റേഡിയോ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ എർത്ത് ബൈ അയണോസ്ഫിയർ അലോയിങ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതായത് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫർമേഷൻ ചെന്ന് അവിടെ ചെന്ന് തട്ടുമ്പോൾ തിരിച്ച് റിഫ്ലക്ട് ബാക്ക് ചെയ്ത് വരുന്നു. അപ്പോൾ റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്വേർഡ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ. അത് അതുപോലെ റിഫ്ലക്ട് ചെയ്ത് എർത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. സോ ഇവിടെ എന്ത് പറയാം? സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ AM വേവ് യൂസ്ഫുൾ പവർ ഈസ് ക്യാരിഡ് ബൈ? നമ്മുടെ AM-ല് 2 സൈഡ് ബാൻഡ്സ് ഉണ്ട്. 2 സൈഡ് ബാൻഡ്സ്, അതേപോലെ ഒരു കരിയറും ഉണ്ടാവും. ഇതില് സൈഡ് ബാൻഡിൽ മാത്രമേ ഇൻഫർമേഷൻസ് ഉണ്ടാവൂ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സൈഡ് ബാൻഡ് തന്നെ നമുക്കറിയാം. AM എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? AM എന്ന് പറഞ്ഞാല് ഇങ്ങനെയായിരിക്കും 2 സൈഡ് ബാൻഡ്സ് വരിക. ഈ സൈഡ് ബാൻഡ്സ് ഇതെന്ന് പറയുന്നത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് AC, ഇതെന്ന് പറഞ്ഞാൽ
MVC/2, ഇത് MVC/2. ഇത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈഡ് ബാൻഡ്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചാൽ VC ആണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ, MVC/2 എന്നുള്ളതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈഡ് ബാൻഡ്. ഇവിടെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് പറയുകയാണെങ്കിൽ ഇത്രയും FM, അതുപോലെ ഇതും FM. ബാൻഡ് വിഡ്ത്ത് പറയുമ്പോൾ 2FM ആണ് നമ്മുടെ AMന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു സൈഡ് ബാൻഡ്, ഇത് ഒരു സൈഡ് ബാൻഡ്, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡ് ബാൻഡിലുള്ള ഇൻഫർമേഷൻ തന്നെയാണ് ഈ രണ്ടാമത്തെ സൈഡ് ബാൻഡിലും ഉള്ളത്. അതായത് സെയിം ഇൻഫർമേഷൻസ് ആണ് ഈ രണ്ട് സൈഡ് ബാൻഡിലും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബാൻഡ് വിഡ്ത്ത് നമ്മൾ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന SSB SCക്കകത്ത് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ ആണ്. അതായത് ഒരു കരിയറിനെയും ഒരു സൈഡ് ബാൻഡ് ടോട്ടലായിട്ട് സപ്രസ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ ഉള്ള ഒരേ ഒരു സൈഡ് ബാൻഡ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് ഇൻഫർമേഷൻ ഉണ്ടാവുക? നമ്മുടെ രണ്ട് സൈഡ് ബാൻഡ്സിലും ഇൻഫർമേഷൻ ഉണ്ടാവും, കരിയറിൽ ഇൻഫർമേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ, രണ്ട് സൈഡ് ബാൻഡും കാരിയറും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലി എത്ര എഫിഷ്യൻസിയെ കിട്ടുള്ളൂ? 33.33% എഫിഷ്യൻസിയാണ് കിട്ടുക. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ കാരിയർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ പവർ യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 66.66 പവറും യൂസ് ചെയ്യുന്നത് കാരിയർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൽ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് എഫിഷ്യൻസി കുറവാവാനുള്ള റീസൺ അതാണ്. സൈഡ് ബാൻഡ്സിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളൂ. യൂസ്ഫുൾ പവർ ക്യാരി ചെയ്യുന്നത് സൈഡ് ബാൻഡ്സ് മാത്രമാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An AM super heterodyne receiver with intermediate frequency 455 kilohertz is tuned to the carrier frequency of 1000 kilohertz. The image frequency is. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സൂപ്പർ ഹെട്രോഡൈൻ റിസീവറിലെ ഒരു ഫീച്ചറാണ്. അതിൽ ഇമേജ് ഫ്രീക്വൻസി എത്ര എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഇമേജ് ഫ്രീക്വൻസി FSI is equal to F carrier plus 2FIF. FIF എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി, FSI എന്ന് പറഞ്ഞാൽ ഇമേജ് ഫ്രീക്വൻസി. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളുക. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? IF എന്ന് പറയുന്നത് 455 kHz ആണ്. ദെൻ അതുപോലെ കാരിയർ ഫ്രീക്വൻസി 1000 ആണ്. അങ്ങനെ വരുമ്പോൾ FSI എന്ന് പറയുന്നത് 1000 പ്ലസ് 2 × 455 എന്നാണ്. അങ്ങനെ വരുമ്പോൾ 1000 പ്ലസ് 910 വരും. ദെൻ 1910 kHz ആണ് ആൻസർ വരിക. അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെസ്സേജ് സിഗ്നൽ മെയ്ഡ് ഓഫ് മൾട്ടിപ്പിൾ ഫ്രീക്വൻസി കമ്പോണന്റ് ഹാസ് എ മാക്സിമം ഫ്രീക്വൻസി വാല്യൂ ഓഫ് 10 kHz. അതായത് മാക്സിമം ഫ്രീക്വൻസി FM എന്ന് പറയുന്നത് 10 kHz ആണെന്ന് പറയുന്നു. വാട്ട് should be the minimum sampling frequency to sense the information present in the signal. നമുക്കറിയാം FSC is greater than or equal to 2FM ആണ്. സോ FSC is greater than or equal to എന്തായിരിക്കണം? 2 × 10, അതായത് 20 kHz ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ 20 ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് മിനിമം വേണ്ടുന്ന സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 kHz ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following pulse modulation system is analog? അനലോഗ് ആയിട്ടുള്ള പൾസ് മോഡുലേഷൻ സിസ്റ്റം ഇതിൽ ഏതെന്നാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. PAM ആണ്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് അനലോഗ് മോഡുലേഷൻ. ഇവിടെ ഡെൽറ്റ മോഡുലേഷൻ, അതേപോലെ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ, പൾസ് കോഡ് മോഡുലേഷൻ, ഇത് മൂന്നും ഡിജിറ്റൽ ടെക്നിക്സ് ആണ്. നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെയാണ്? അനലോഗും ഡിജിറ്റലും. ഓക്കെ, അനലോഗ് ദെൻ ഡിജിറ്റൽ. അതിൽ അനലോഗിനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് എന്നും പൾസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. കണ്ടിന്യൂസ്, അതുപോലെ തന്നെ പൾസ് മോഡുലേഷൻ സ്കീം എന്ന്. ഡിജിറ്റൽ എന്ന് പറയുന്നതിനെ നമുക്ക് ഏതൊക്കെയാണ് ഡിജിറ്റൽ സ്കീംസ്? നമ്മളിപ്പോൾ ഓപ്ഷനിൽ കണ്ട പൾസ് കോഡ് മോഡുലേഷൻ ഉണ്ട്, ഡെൽറ്റ മോഡുലേഷൻ ഉണ്ട്, അതേപോലെ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ ഉണ്ട്, പിന്നെ DPCM ഉണ്ട്. എന്താണ്? ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ. അത് മാത്രമല്ല ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, അതേപോലെ
ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, ഫേസ് ഷിഫ്റ്റ് കീയിങ്, ഇതെല്ലാം നമ്മുടെ ഡിജിറ്റൽ സ്കീംസിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടിന്യൂസ് മോഡുലേഷനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നും ആംഗിൾ മോഡുലേഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. ആംഗിൾ മോഡുലേഷൻ, അതിൽ ആംഗിൾ മോഡുലേഷനിൽ വരുന്നതാണ് നമ്മുടെ FM-ഉം അതേപോലെ PM-ഉം. ഓക്കെ, ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും ആംഗിൾ മോഡുലേഷനും വരും. ഇതെല്ലാം അനലോഗിന്റെ കാറ്റഗറിയിൽ വരും. അതുപോലെ പൾസ് മോഡുലേഷൻസിൽ വരുന്നതാണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഈ PM ആണ് നമ്മുടെ ഓപ്ഷനിലുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അനലോഗ് സ്കീമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പൾസ് എന്ന് കേൾക്കുമ്പോൾ ഡിജിറ്റൽ ആണെന്ന് കൺഫ്യൂസ് ആവരുത്. ഡിജിറ്റൽ മോഡുലേഷൻ ഇതിൽ പൾസ് കോഡ് മോഡുലേഷൻ മാത്രമാണ്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും പൾസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് പൊസിഷൻ മോഡുലേഷനും നമ്മുടെ അനലോഗ് മോഡുലേഷൻ സ്കീംസ് ആണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് ഈസ് ഹൈ ഇൻ. നമ്മുടെ PAM-ഉം PPM-ഉം PWM-ഉം എടുക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ആംപ്ലിറ്റ്യൂഡ് റിക്വയർമെന്റ് ലോ ആയിട്ടുള്ള സ്കീം എന്ന് പറയുന്നത് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മാത്രമാണ്. ഇത് രണ്ടും പൾസ് പൊസിഷൻ മോഡുലേഷനും പൾസ് വിഡ്ത്ത് മോഡുലേഷന്റെയും ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് ബി ആൻഡ് സി ആണ്. ഇവിടെ PAM എന്ന് പറഞ്ഞാൽ എന്താണ്? പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ബൈ വേരിയിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പൾസസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ആണ് വേരി ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? വിഡ്ത്തോ പൊസിഷനോ അല്ല. വിഡ്ത്ത് വേരി ചെയ്യുന്നെങ്കിൽ അത് പൾസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ് വേരി ചെയ്യുക. പിന്നെ മാത്രമല്ല PAM-ന്റെ വേറൊരു സ്പെഷ്യാലിറ്റി ആണ് ലോവർ നോയിസ് ഇമ്മ്യൂണിറ്റി ടെക്നിക്. ഓക്കെ, ലോവർ നോയിസ് ഇമ്മ്യൂണിറ്റി ടെക്നിക് ആണ് PAM. അതുകൂടെ ഓർത്ത് വെച്ചിരിക്കുക. ലോവർ നോയിസ് ഇമ്മ്യൂണിറ്റി ടെക്നിക്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് ഹൈ ആയിട്ടുള്ള സ്കീംസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് പൊസിഷൻ മോഡുലേഷൻ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോംബാൻഡിങ് ഈസ് ദ പ്രോസസ് ഓഫ്. കോംബാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്രഷനെയും എക്സ്പാൻഷനെയും കമ്പൈൻ ചെയ്ത് പറയുന്ന ഒരു പ്രോസസ്സാണ് കോംബാൻഡിങ്. കോംബാൻഡിങ് എന്ന് പറഞ്ഞാൽ ബോത്ത് കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പൾസ് കോഡ് മോഡുലേഷനിലെ സ്മോൾ സിഗ്നലിനെ നോയ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇങ്ങനൊരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പൾസ് കോഡ് മോഡുലേഷനിലാന്ന് ഓർത്തിരിക്കുക. ഇവിടെ സംഭവിക്കുന്നത് യൂസ്ഡ് ടു പ്രൊട്ടക്ട് സ്മോൾ സിഗ്നൽ ഇൻ PCM from quantizing noise. Next question, name the modulation technique which requires synchronization between ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. നമ്മൾ AM-ന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ SSB-SC-യിലും DSB-SC-യിലും ഡിറ്റക്ഷന്റെ ടൈമിൽ കൊഹറന്റ് ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നു. ആ സെയിം ആണ് സിങ്ക്രണസ് ഡിറ്റക്ഷൻ. സിങ്ക്രണൈസേഷൻ ഡിറ്റക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസീവറിന് പൾസ് മോഡുലേഷൻ ടെക്നിക്സിൽ നമ്മുടെ പൾസസിന്റെ സാന്നിധ്യം നമ്മുടെ റിസീവറിനും അറിയണം. അതുകൊണ്ട് നമ്മുടെ റിസീവറിലും ആ പൾസസ് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ആ സ്കീമാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അത് വേണ്ടുന്നത് ഓപ്ഷൻ സി ആണ്. പൾസ് പൊസിഷൻ മോഡുലേഷനിലാണ് നമുക്ക് എന്ത് വേണ്ടത്? ആംപ്ലിറ്റ്യൂഡ്, നമ്മുടെ പൾസസിന്റെ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിക്സഡ് ടൈം ഫ്രെയിമിലുള്ള പൾസസ് റിസീവറിന് എന്തായിരിക്കും? അറിയണം. അതുകൊണ്ട് നമ്മൾ പ്രിസൈസ് ടൈമിംഗ് ആൻഡ് ലൊക്കേഷൻസ് റിസീവറിന് കൂടെ ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കും. അതാണ് പൾസ് പൊസിഷൻ മോഡുലേഷൻ. ബാക്കി സ്കീമുകൾക്കൊന്നും എന്ത് വേണ്ട? നമ്മുടെ സിങ്ക്രണൈസേഷന്റെ ആവശ്യമില്ല. നമ്മുടെ ബാക്കി നോർമലി ഡിറ്റക്ഷൻ പ്രോസസ്സ് മാത്രമാണ് നടത്തുക. പൾസ് പൊസിഷൻ മോഡുലേഷനിലാണ് കൊഹറന്റ് ഡിറ്റക്ഷൻ അഥവാ സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ വേണ്ടിവരിക. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൈനറി വേവ് ഫോം യൂസ്ഡ് ടു ജനറേറ്റ് BPSK സിഗ്നൽ ഈസ് എൻകോഡഡ് ഇൻ. ബൈനറി വേവ് ഫോം എന്ന് പറയുന്നത് BPSK സിഗ്നൽ എൻകോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൈനറി സിഗ്നൽ എന്ന് പറയുന്നത്, ബൈനറി വേവ് ഫോം എന്ന് പറയുന്നത് ബൈപോളാർ NRZ ഫോർമാറ്റ് ആണ്. NRZ എന്ന് പറയുന്നത് നോൺ റിട്ടേൺ ടു സീറോ, നോൺ റിട്ടേൺ ടു സീറോ ഫോമാറ്റ് ആണ്. ബൈപോളാർ NRZ ഫോമാറ്റ് എന്ന് പറയുന്നത് നോൺ റിട്ടേൺ ടു സീറോ ഫോമാറ്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
QPSK system uses a phase shift of QPSK സിസ്റ്റത്തിന്റെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതായത് റേഡിയനിലാവുമ്പോൾ π/2 റേഡിയൻ ആണ്. ഓക്കെ, π/2 റേഡിയൻ അഥവാ 90 ഡിഗ്രി ആണ് QPSK സിസ്റ്റത്തിലെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെക്നിക് യൂസ്ഡ് ടു റെഡ്യൂസ് സൈഡ് ബാൻഡ് പവർ. സൈഡ് ബാൻഡ് പവർ മെയിൻ ആയിട്ടും റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഗോഷ്യൻ മിനിമം ഷിഫ്റ്റ് കീയിങ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഗോഷ്യൻ മിനിമം ഷിഫ്റ്റ് കീയിങ് ആണ് നമ്മുടെ സൈഡ് ബാൻഡ് പവർ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ BPSK മാർക്ക് ആൻഡ് സ്പേസ് റെസ്പെക്റ്റീവ്ലി റെപ്രസെന്റ്. നമ്മുടെ ബൈനറി ഡിജിറ്റ് 1നെ മാർക്ക് എന്നും അതേപോലെ തന്നെ ബൈനറി ഡിജിറ്റ് 0യെ സ്പേസ് എന്നുമാണ് നമ്മുടെ BPSK സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ, മാർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1ഉം സ്പേസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 0യും ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ PCM പൾസ് കോഡ് മോഡുലേഷനിൽ നോയ്സ് ഈസ് മെഷേർഡ്. നോയ്സിന്റെ യൂണിറ്റ് എന്താണെന്നാ ചോദിച്ചേക്കുന്നത്? ഡെസിബെലിലായിരിക്കും നോയ്സ് മെഷർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.